സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ലെനോവ A328ന്റെ ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചാണ്. ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ചാർജിങ്ങിൽ കംപ്ലൈന്റ് വരുന്ന ഒരു കമ്പോണന്റ് ആണ് ചാർജിങ് കണക്ടർ. ഇതിന് 5 ലെഗുകളാണ് ഉണ്ടാകുക. 5 ലെഗുകളിൽ 2 ലെഗുകൾ മാത്രമാണ് നമുക്ക് ചാർജിങ് സെക്ഷനിൽ അത്യാവശ്യമായിട്ടുള്ളത്. ഇതില് ഫസ്റ്റ് നെഗറ്റീവ്, ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് ആണ് നെഗറ്റീവ്, ഇപ്പുറത്തെ സൈഡില് ഫസ്റ്റ്, അതായത് ലാസ്റ്റ് പിന്നെ അതാണ് ഇതിന്റെ പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് എങ്ങോട്ടാണ് പോസിറ്റീവ് കണക്ഷൻ കയറുന്നത്, ഇതിന്റെ ചാർജിങ് സെക്ഷനിൽ എങ്ങനെയാണ് കംപ്ലൈന്റ് വരിക, ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറയുക. അപ്പൊ ആദ്യം തന്നെ ഇവിടെയാണ് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത. ഇതിൽ പ്രിന്റ് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രിന്റ് ഡാമേജ് ആണെന്നൊരിൽ നിങ്ങൾ നെഗറ്റീവ് കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുക. നേരെ ഈ ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് കണക്ഷൻ ഫസ്റ്റ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് ജമ്പർ കൊടുക്കാവുന്നതാണ്. പിന്നെ പോസിറ്റീവ് കണക്ഷൻ ആണ്, പോസിറ്റീവ് കണക്ഷൻ ഈ കണക്ഷൻ ആണ്, ലാസ്റ്റ് കണക്ഷൻ ആണ്. ഈ കണക്ഷൻ കയറുന്നത് ഈ കപ്പാസിറ്ററിന്റെ ഇങ്ങോട്ടാണ്. ഇതെല്ലാം നിങ്ങളെ ചെക്ക് ചെയ്ത് ഞാൻ കാണിക്കുക എങ്ങോട്ടാണ് കയറുന്നത്, എന്തൊക്കെയാണ് ഡാമേജ് വരിക എന്നുള്ളത്. പിന്നെ ഈ കണക്ടർ സെയിം കണക്ടർ തന്നെയാണ്, സെയിം കണക്ടർ ഇട്ടില്ലെങ്കിൽ ചാർജ് കയറത്തില്ല. അപ്പോ ഇതിന്റെ കണക്ഷൻസും ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ആദ്യമായിട്ട് ചാർജർ നമുക്കൊന്ന് കുത്താം. ചാർജർ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മൾട്ടിമീറ്റർ നമ്മൾ വെക്കുക. മൾട്ടിമീറ്ററിന്റെ പ്രോബ് നമുക്ക് 10 വോൾട്ടേജ് DC യിലേക്ക് ഇടാം. ഇതിനുശേഷം ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് നെഗറ്റീവ്. നെഗറ്റീവ് നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൽ വെക്കാം. ഇതാണ് ഇതിന്റെ പോസിറ്റീവ്, ലാസ്റ്റ് പിന്നെ ഇവിടെ 5 വോൾട്ടേജ് ആണ് വരേണ്ടത്. ഈ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ നെഗറ്റീവ് പിന്നെ. ഓക്കെ, നെഗറ്റീവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാം. പിന്നെ ഇതിന്റെ വന്നേച്ച് ഇതിന്റെ കണക്ഷൻ പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത് ഈ കപ്പാസിറ്ററിലേക്കാണ്. 5 വോൾട്ടേജ് ആണ് കയറുന്നത്. അഥവാ നിങ്ങളുടെ പ്രിന്റ് ബ്രേക്ക് ആണെന്നൊരു നിങ്ങൾക്ക് ഈ കപ്പാസിറ്ററിന്റെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. സൈഡ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു ജമ്പർ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ അത് കഴിഞ്ഞ് വെച്ചാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ളത് ഇവിടെ ഒരു ഡയോഡാണ്. ഈ ഡയോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറേണ്ടതാണ്. പിന്നെ ഇവിടെ ഒരു R220 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ ഒക്കെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പോണന്റ് ആണ്. അപ്പോൾ ഇതില് ഡയോഡ് ചെക്ക് ചെയ്യുക, ഈ R220 ചെക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഈ പോസിറ്റീവ് പ്രോബില് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് 4 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർജിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാർജിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഇതിൽ ബാറ്ററി കോണ്ടാക്റ്റിൽ ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഈ രണ്ട് പോളില് നിങ്ങൾക്ക് 4 വോൾട്ടേജ് ആണ് കാണിക്കേണ്ടത്. ഇതാണ് നെഗറ്റീവ്, ഇത് VLC-യുടെ കണക്ഷൻ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.